സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജനറൽ നോളഡ്ജിലെ കറൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. AP ശശീന്ദ്രൻ മാസ്റ്ററുടെ അറിവു പങ്കിടാം എന്ന പംക്തിയിലെ ഏതാനും ചോദ്യങ്ങളാണ് സ്വപ്ന ജോലിയിലേക്കൊരു വഴികാട്ടിയായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? A. നെല്ല്, B. ഉഴുത വയൽ, C. കനാൽ, D. ജലസംഭരണി. ഉത്തരം B. ഉഴുത വയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? A. സന്താൾ കലാപം, B. മാപ്പിള കലാപം, C. ചാന്നാർ കലാപം, D. കുറിച്യർ കലാപം. ഉത്തരം D. കുറിച്യർ കലാപം. മെസപ്പട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? A. ക്യൂണിഫോം, B. സ്ഫിങ്സ്, C. സിഗുറാത്തുകൾ, D. കാൽഡിയൻ. ഉത്തരം സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? A. സുഭാഷ് ചന്ദ്രബോസ്, B. റാഷ് ബിഹാരി ബോസ്, C. ജയപ്രകാശ് നാരായണൻ, D. ജവഹർലാൽ നെഹ്റു. ഉത്തരം A. സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ T.K. മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? A. ഗുരുവായൂർ സത്യാഗ്രഹം, B. കല്ലുമാല സമരം, C. വൈക്കം സത്യാഗ്രഹം, D. ചാന്നാർ കലാപം. C. വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? സമത്വ സമാജം, ആത്മവിദ്യാ സംഘം, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാദൈവ സഭ. ഉത്തരം ആത്മവിദ്യാ സംഘം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? A. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. B. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, C. സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു, D. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഉത്തരം C. സിവിൽ നിയമ ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? A. മുഹമ്മദ് അബ്ദുറഹ്മാൻ, B. മൊയാരത്ത് ശങ്കരൻ, C. മുഹമ്മദ് മൗലവി, D. KP കേശവമേനോൻ. ഉത്തരം A. മുഹമ്മദ് അബ്ദുറഹ്മാൻ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? A. കൽക്കട്ട സർവകലാശാല, B. അലിഗഡ് മുസ്ലിം സർവകലാശാല, C. ഡൽഹി സർവകലാശാല, D. ബനാറസ് ഹിന്ദു സർവകലാശാല. ഉത്തരം D. ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ
ഏതു ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? എ. ദിവാൻ ഷൺമുഖ ചെട്ടി. ബി. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ. സി. ദിവാൻ വി പി മാധവറാവു. ഡി. ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ. ഉത്തരം ബി. ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ RLV പേരെന്ത്? എ. ദിവ്യാസ്ത്ര. ബി. ഭാരതശക്തി. സി. ശിവശക്തി. ഡി. പുഷ്പക്. ഉത്തരം ഡി. പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? എ. അഗ്നി 5. ബി. പൃഥ്വി 3. സി. ധനുഷ്. ഡി. അഗ്നി 4. ഉത്തരം എ. അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? എ. ഗംഗ. ബി. കൃഷ്ണ. സി. ഗോദാവരി. ഡി. മഹാനദി. ഉത്തരം ബി. കൃഷ്ണ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? എ. കൊങ്കൺ സമതലം. ബി. വടക്കൻ സിർക്കസ്. സി. കോറമണ്ടൽ തീരസമതലം. ഡി. സുന്ദരവന പ്രദേശം. ഉത്തരം എ. കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? എ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ബി. സർവസൈന്യാധിപൻ. സി. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഡി. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. ഉത്തരം ഡി. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? എ. ഉയർന്ന സംഘബോധം. ബി. ചെറിയ സംഘം. സി. ഔപചാരിക ബന്ധം. ഡി. നിരന്തരമായ ആശയവിനിമയം. ഉത്തരം സി. ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. വായ്പ നിയന്ത്രിക്കൽ. 2. സർക്കാരിന്റെ ബാങ്ക്. 3. 1 രൂപ നോട്ട് അച്ചടിക്കൽ. എ. ഓൺലി 2 and 3. ബി. ഓൺലി 1 and 2. സി. ഓൺലി 1 and 3. ഡി. മുകളിലുള്ളവയെല്ലാം. ഉത്തരം ബി. ഓൺലി 1 and 2. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? എ. കേരള ഹൈക്കോടതി. ബി. സുപ്രീം കോടതി. സി. ദേശീയ ഹരിത ട്രിബ്യൂണൽ. ഡി. ജില്ലാ കോടതി. ഉത്തരം സി. ദേശീയ ഹരിത ട്രിബ്യൂണൽ. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എ. ഒഡീഷ. ബി. മധ്യപ്രദേശ്. സി. തെലങ്കാന. ഡി. പശ്ചിമ ബംഗാൾ. ഉത്തരം എ. ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത്? എ. സമയം. ബി. പ്രകാശ സാന്ദ്രത. സി. വൈദ്യുത പ്രവാഹം. ഡി. ദൂരം. ഉത്തരം ഡി. ദൂരം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.